കണ്ണൂരിൽ, അതുപോലെ കാസർഗോഡ് 5 പേർ ഇതുപോലെ ജോലി ചെയ്യുന്ന ആളുകൾ മത്സരിക്കുന്നുണ്ട്. ഈ പീസ് വർക്ക് ചെയ്യുന്ന സ്ത്രീകളും പുരുഷന്മാരും മത്സരിക്കുന്നുണ്ട്. അവരുടെ എല്ലാം പത്രികകൾ സ്വീകരിച്ചിട്ടുമുണ്ട്. മന്ത്രി രാജീവിന്റെ ഇടപെടലാണ് അദ്ദേഹത്തിന്റെ നിയോജക മണ്ഡലമായ കളമശ്ശേരിയിലെ കരുമാല്ലൂർ പഞ്ചായത്തിൽ ഒരു വനിതയ്ക്ക് സ്ഥാനാർത്ഥിത്വം പോലും നിഷേധിക്കേണ്ടി വന്ന ഒരു സമീപനം ഉണ്ടായത്. അപ്പോൾ മന്ത്രിമാരും ജനപ്രതിനിധികളും CPM നേതാക്കന്മാരും ഇടപെട്ടാൽ ഉദ്യോഗസ്ഥന്മാർ അവർക്ക് അനുകൂലമായി തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുകയാണ്. മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിളിച്ചു എന്നുള്ളതാണ് അവർ പറഞ്ഞത്. അവിടെ ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത് അങ്ങനെയാണ്. മന്ത്രി രാജീവ് വിളിച്ചു എന്നുള്ളതാണ് പറഞ്ഞത്. അങ്ങനെ മന്ത്രി രാജീവ് വിളിച്ചാൽ തെരഞ്ഞെടുപ്പിന്റെ ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ച് നടത്തേണ്ട തെരഞ്ഞെടുപ്പിന്റെ ചട്ടങ്ങളും നിയമങ്ങളും ഒക്കെ ലംഘിക്കാൻ ഉദ്യോഗസ്ഥന്മാർക്ക് കഴിയും. അങ്ങനെ ജോലിയെടുക്കുന്ന എത്ര ആളുകളാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്? ഇവരൊന്നും സർക്കാർ ജീവനക്കാരല്ലല്ലോ, സർക്കാരിന് ഒരു ആനുകൂല്യവും പറ്റുന്ന ആളുകളല്ല. 1, 2, 3 മണിക്കൂർ അവിടെ പോയി ഒരു കുടുംബിനിയായ ഒരു വീട്ടമ്മ അവിടെ ആ പ്രദേശത്തെ ഗ്രാമത്തിലുള്ള നൂല് ഡൈ ചെയ്യുന്ന ഒരു യൂണിറ്റിൽ പ്രവർത്തിക്കുന്നതിന്, പിന്നെ അവർക്ക് അവിടെ നിന്ന് ആ ചെയ്യുന്ന തൊഴിലിന് കൂലി കൊടുക്കുന്നത് ആ യൂണിറ്റിൽ നിന്നായിപ്പോയത് അത്ര വലിയ കുഴപ്പമാണോ? അങ്ങനെ എത്ര മേഖലകളിൽ, വിവിധ സ്ഥലങ്ങളിൽ, സർക്കാർ ഓഫീസുകളിൽ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യുന്ന ആളുകൾക്ക് സർക്കാരിന്റെ ഹെഡിൽ നിന്ന് തന്നെയല്ലേ പണം കൊടുക്കുന്നത്. അപ്പോൾ അവരൊക്കെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പാടില്ല എന്ന് സർക്കാരിന്റെ ഈ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനത്തിലില്ലല്ലോ. അപ്പൊ അങ്ങനെ ഒരു ഭരണാധികാരിക്ക് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനത്തിന് ഇല്ലാത്ത കാര്യങ്ങൾ എങ്ങനെയാണ് തീരുമാനിക്കാൻ കഴിയുക? അപ്പൊ അവർക്കെതിരായി ഞങ്ങൾ കളക്ടർക്കും അതുപോലെ മുഖ്യ വരണാധികാരിക്കും ഞങ്ങൾ അപ്പീൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ UDFന്റെ നിയോജക മണ്ഡലം കമ്മിറ്റി ഈ തെരഞ്ഞെടുപ്പിൽ നിന്ന് ഇത്രയധികം കൃത്യവിലോപം നടത്തിയ ഈ വരണാധികാരിയെ, ആലങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിലെ ഈ വരണാധികാരി മായ ജോസ്, ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടറാണ്. മായ ജോസ്, അവരെ ഈ പദവിയിൽ നിന്ന് മാറ്റി നിർത്തണമെന്നുകൂടി ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട്. ഇത്തരം അന്ധമായ രാഷ്ട്രീയം മനസ്സിൽ പിടിച്ച ആളുകൾ തെരഞ്ഞെടുപ്പ് വരണാധികാരികളും ഉദ്യോഗസ്ഥന്മാരുമായി ഡ്യൂട്ടിക്ക് വരുമ്പോൾ പല സ്ഥലങ്ങളിലും സമാനമായി മുൻപൊക്കെ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആ ദുരാനുഭവങ്ങൾ സ്ഥാനാർത്ഥിമാരായി മത്സരിക്കാൻ കടന്നുവരുന്ന, നിയമപരമായി കടന്നുവരുന്നവർ കൂടി അനുഭവിക്കേണ്ടി വരുന്നു എന്ന് പറയുന്നത് നമ്മുടെ ഈ ആധുനിക കാലഘട്ടത്തിന് ചേർന്നതല്ല എന്നുകൂടി പറയാൻ ആഗ്രഹിക്കുന്നു. ഇതാണ് പറയുന്നത്. മാജ ജോസ്, ആലങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് മനക്കപ്പടി ഡിവിഷൻ, 1ാം ഡിവിഷൻ, ആ വിഷയത്തിലാണ്. അല്ല, മുൻപ് മത്സരം നമ്മൾ പല സ്ഥലങ്ങളിലും ഡമ്മികളെ സ്ഥാനാർത്ഥികളായി പല സ്ഥലങ്ങളിലും കൊടുത്തിട്ടുണ്ട്. പഞ്ചായത്തുകളിലും ബ്ലോക്ക് പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റികളിലൊക്കെ കൊടുത്തിട്ടുണ്ട്, ജില്ലാ പഞ്ചായത്തുകളിലൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലായിടത്തും നിർത്തണമെന്നുള്ള കർശനമായ നിർദ്ദേശമൊന്നും ഞങ്ങളാരും കൊടുത്തില്ല. കാരണം ഈ പ്രോസസ്സ് കാലങ്ങളായി ചെയ്യുന്ന ആളുകളുണ്ട്. അതിന് പാർട്ടി വിവിധ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനിലുമൊക്കെ അത്തരത്തിലുള്ള ആളുകളെ ചുമതലപ്പെടുത്തിയിരുന്നു. ഈ അഡ്വക്കേറ്റ് LC ജോർജ് അവർ മുൻപ് മത്സരിച്ച ഒരു സ്ഥാനാർത്ഥിയാണ്. നോമിനേഷൻ അവർ അഭിഭാഷകയാണ്. അപ്പൊ തെരഞ്ഞെടുപ്പിൽ
ഏതെങ്കിലും തരത്തിൽ നോമിനേഷൻ കൊണ്ടുവന്ന് സമർപ്പിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാരായിട്ടുള്ള ആളുകൾ അത് പ്രത്യേകിച്ചും അവരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അത് അവർ ചൂണ്ടിക്കാണിക്കുകയുണ്ടാകും. അത് എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാകും. അപ്പോൾ ബോധപൂർവമായ തെറ്റുവരുത്തി എന്ന് പറയുന്നതിനപ്പുറത്ത് ചൂണ്ടിക്കാണിക്കപ്പെട്ട തെറ്റുകൾ തിരുത്തപ്പെടേണ്ടതാണ്. അപ്പൊ അവിടെ ബോധപൂർവമായ തെറ്റുണ്ടായിട്ടില്ല, ഒരു സംശയം അവർ പ്രകടിപ്പിച്ചപ്പോൾ ഇത് ശരിയാണ് എന്ന് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാരാണ് പറഞ്ഞത്. കളക്ടറേറ്റിലെ ജില്ലാ കളക്ടറുടെ ഓഫീസിൽ അവരാണ് പറഞ്ഞത് ഇത് കുഴപ്പമില്ല, അതുകൊണ്ട് ഇത് ഞങ്ങൾ സ്വീകരിക്കുകയാണ്. പിന്നീട് പുറത്തു പോയിട്ടാണ് അവർ ഇതുമായി ബന്ധപ്പെട്ട് മറ്റുള്ള ആളുകളോട് വിളിച്ചു ചോദിച്ചപ്പോൾ അത് ചിലപ്പോൾ തെറ്റാകാനുള്ള സാധ്യതയുണ്ട്, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വേറൊരു നോമിനേഷൻ കൂടി നൽകണം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയൊരു നോമിനേഷനുമായി 2:50 കളക്ടറേറ്റിൽ എത്തുന്നത്. 2:50 എത്തിച്ചേർന്നിട്ട് 3 മണി വരെയാണ് നോമിനേഷൻ കൊടുക്കാനുള്ള സമയമുള്ളത്. അവരെ അങ്ങോട്ട് കയറ്റിവിട്ടില്ല. ഇതാണ് ഉണ്ടായത്. അല്ല, അത് നിയമപരമായി നമ്മളിപ്പോൾ അത് അഭിഭാഷകരുമായും ഈ തെരഞ്ഞെടുപ്പ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന അഭിഭാഷകരുമായി ഇന്നലെയും ഇന്നുമായി സംസാരിച്ചിട്ടുണ്ട്. അത് നാളെ കോടതിയിൽ മൂവ് ചെയ്യും.